നിങ്ങൾ എല്ലാ ദിവസവും 1% ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് എത്ര പെർസെന്റേജ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടാവും? 100%, 268%, 365%, 3650%. എത്ര ശതമാനമാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടാവുക? ഈ ക്വസ്റ്റ്യൻ ഞാൻ സാധാരണ നമ്മളുടെ ബിസിനസ് സെമിനാറുകളിലൊക്കെ ചോദിക്കുമ്പോൾ 90% അല്ലെങ്കിൽ 90% ആളുകളും പറയാ 360% എന്നാണ്. അതായത് 100% ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. ബട്ട് ആക്ച്വലി ദ റിസൾട്ട് ഈസ് 3650%. 3650% ഡെയിലി 1% ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അത് ബിസിനസ്സിലാവാം, ഫൈനാൻസിലാവാം, ലേണിംഗിലാവാം, ഹെൽത്തിലാവാം, ഏത് ഫീൽഡിൽ നമ്മൾ 1% കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വർഷം ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അവസാനത്തെ 12ാമത്തെ മാസം ആകുമ്പോഴേക്കും അത് 1000 ടൈംസ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടാവും. ഇതിനാണ് നമ്മൾ കോമ്പൗണ്ട് ഇഫക്റ്റ് എന്ന് പറയാം. കോമ്പൗണ്ട് ഇഫക്റ്റ് ഈസ് ദ 8th വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ 8ാമത്തെ വണ്ടർ ആയിട്ട് പലപ്പോഴും കോമ്പൗണ്ട് ഇഫക്റ്റിനെ പറയാറുണ്ട്. നമുക്കറിയാം, മുമ്പ് എപ്പോഴും ഒരു കോമിക് ബുക്കിൽ ഒരു കഥ വായിച്ചിട്ടുണ്ട്. ആ കഥയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു രാജാവിനോട് അവിടുത്തെ പ്രജ ഒരു സമ്മാനം ചോദിച്ചപ്പോൾ എന്ത് സമ്മാനം വേണമെങ്കിലും രാജാവ് പ്രജയോട് പറഞ്ഞു എനിക്ക് ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ പ്രജ ചോദിച്ച സമ്മാനം എനിക്ക് ഒരു ദിവസം ഒരു അരിമണി തന്നാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ പക്ഷെ ഓരോ ദിവസവും എന്ത് ചെയ്യണം, എനിക്ക് തരുന്ന അരിമണി ഇരട്ടിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു മാസം കഴിയുമ്പോഴേക്കും ആ നാട്ടിലുള്ള സ്ഥലം മൊത്തം അല്ലെങ്കിൽ കൃഷിയുടെ മൊത്തം കൊടുത്ത് അവസാനം രാജ്യവും കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് കഥയുടെ പൊരുൾ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ദാറ്റ് ഈസ് ദ പവർ ഓഫ് കോമ്പൗണ്ട് ഇഫക്ട്. പലപ്പോഴും നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 5 അല്ലെങ്കിൽ 50 ലക്ഷം വേണോ, അതോ നിങ്ങൾക്ക് 5 ലക്ഷം ഡെയിലി അല്ലെങ്കിൽ 5000 രൂപ ഡെയിലി വേണോന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ 50 ലക്ഷം വേണമെന്നുള്ളതാണ് പറയുക. പക്ഷെ ഒരു 30 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും ഇത് ഇരട്ടിക്കുകയാണെങ്കിൽ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരട്ടിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ 30 ദിവസം കൊണ്ട് നമുക്ക് മുമ്പ് പറഞ്ഞ 50 ലക്ഷത്തിന്റെ എത്രയോ ഇരട്ടി നമുക്ക് ഈ പറയുന്ന ഈ കോമ്പൗണ്ട് ഇഫക്റ്റ് കിട്ടും. ഇത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഈ ഒരു സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് അറിയാം, നമുക്ക് ഇതിന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അറിയാം. ഇതേ സ്ട്രാറ്റജി നമ്മൾ മാർക്കറ്റിംഗിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, മാർക്കറ്റിംഗ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ROI ഇൻ ബിസിനസ്. ബിസിനസ്സിലെ ഏറ്റവും വലിയ ROI ഉള്ളത് മാർക്കറ്റിംഗിലാണ്. മാർക്കറ്റിംഗിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും ഹ്യൂജ് ആയിരിക്കും. ഇത് നമുക്ക് ഹെൽത്തിൽ അപ്ലൈ ചെയ്യാം, ഇത് നമുക്ക് ലേണിംഗിൽ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഏത് രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. അതാണ് സ്മോൾ ഡെയിലി ഇംപ്രൂവ്മെന്റ്സ് ഓവർ ടൈം ലീഡ്സ് ടു സ്റ്റണ്ണിങ് റിസൾട്ട്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇംപ്രൂവ്മെന്റുകൾ ഓവർ ടൈം ചെയ്യുമ്പോൾ സുനാമി ഓഫ് സക്സസ് നമ്മുടെ ജീവിതത്തിലും ബിസിനസ്സിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും.